ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പുതിയ സിലബസ് ആണ്, അപ്പോൾ നമുക്ക് എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ഇത് വായിക്കുക, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ദ സിറ്റി ഓഫ് വെനീസ്, ഇറ്റലി, ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കനാൽസ് ആൻഡ് ഹിസ്റ്റോറിക് ആർക്കിടെക്ചർ. എന്താണ്? വെനീസിലെ ഒരു സിറ്റി അല്ല, ഇറ്റലിയിലെ ഒരു സിറ്റിയാണ് വെനീസ് എന്ന് പറയുന്നത്. വെനീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽസുകൾക്കും അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആർക്കിടെക്ചറിനൊക്കെ വളരെയധികം ഫേമസ് ഉള്ള ഒരു സ്ഥലമാണ്. ഹവർ വെനീസ് ഈസ് ഫേസിങ് എ മേജർ പ്രോബ്ലം, ഇറ്റ് ഈസ് സിങ്കിങ്. എന്താണ്? വെനീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സിങ്കിങ് ആണ്. ദ സിറ്റി ഈസ് ബിൽഡ് ഓൺ മോർ ദാൻ 100 സ്മോൾ ഐലൻഡ് ഇൻ ദ മാർഷി ലഗൂൺ അലോങ് ദ അഡിയാട്രിക് സീ. അഥവാ ആഡിയാട്രിക് സീയിലെ മാർഷി ലഗൂണിൽ ഒരു ഐലൻഡ് 100 സ്മോൾ ഐലൻഡുകളാണ് അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു സിറ്റി അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈം ദ റേറ്റ് ഓഫ് ദ സിറ്റി ബിൽഡിങ്സ് ആൻഡ് ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹാവ് കോസ്ഡ് ദ ഗ്രൗണ്ട് ടു സിങ്ക്. അപ്പോൾ അവിടെ എന്താണ്? ഈ ഒരു ബിൽഡിംഗ് ഈ സിറ്റി ഉണ്ടാക്കിയതോട് കൂടിയത് തന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഒരുപാട് ആളുകൾ കൂടുതലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അവിടെ സിങ്ക് എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ട് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. To make matters worse, the sea level is rising due to climate change. അതുപോലെ തന്നെ സീ ലെവലൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സീ ലെവലൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ സിറ്റി ഈസ് നോട്ട് ഓൺലി സിങ്കിങ് ബട്ട് ഓൾസോ ഫ്ലഡിങ് മോർ ഫ്രീക്വൻ്റ്ലി. എന്താണ്? അവിടെ സിങ്കിങ് മാത്രമല്ല, അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടെ അവിടെയുണ്ട്. ഇൻ 2019 വെനീസ് എക്സ്പീരിയൻസ് വേഴ്സ്റ്റ് ഫ്ലഡിങ് ഈസ് ഓവർ 50 years. അപ്പോൾ 2019 50 വർഷത്തിന് ശേഷം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലഡിങ് അവിടെ നടന്നു. വിത്ത് വാട്ടേഴ്സ് റൈസിങ് ടു ഓവർ 6 feet സം ഏരിയാസ്. ചില ഏരിയകളിൽ 6 അടിയോളം വെള്ളം ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ഇറ്റാലിയൻ ഗവൺമെൻറ് ഹാസ് ബി വർക്ക് ടു പ്രൊട്ടക്ട് വെനീസ് ഫ്രം ദ ഫ്ലഡ്. അപ്പോൾ ഇറ്റാലിയൻ ഗവൺമെൻറ് ഈ ഫ്ലഡിൽ നിന്നൊക്കെ നമ്മൾ വെനീസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വൺ മേജർ പ്രൊജക്റ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ മാസീവ് ഫ്ലഡ് ഗേറ്റ് അറ്റ് ദ എൻട്രൻസ് ടു ദ ലഗൂൺ. അപ്പോൾ എന്താണ്? ലഗൂണിൽ ഒരു ഫ്ലഡ് ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ദ ഗേറ്റ് ഈസ് ഡിസൈൻഡ് ടു റൈസ് അപ്പ് ആൻഡ് ബ്ലോക്ക് ദ സീ വെൻ ദ വാട്ടർ ലെവൽ ബിക്കംസ് ടു ഹൈ. അപ്പോൾ എന്താണ്? ഈ ഗേറ്റ് ഡിസൈൻ ചെയ്തതോട് കൂടിയിട്ട് അവിടെ വെള്ളം ഉയരുമ്പോൾ അവിടെ എന്താണ്? ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഹൈ ആകുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തും. Despite these efforts, many experts believe that Venice will continue to sink and flood. അപ്പോൾ എന്താണ്? ഇതോടുകൂടിയിട്ട് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള വെള്ളം ഉയരുമ്പോൾ ഈ ഒരു ഗേറ്റ് വന്ന് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെനീസിലുള്ള ഈ ഫ്ലഡൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. They argue that the city very existence it ത്രീറ്റൻഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓവർ ടൂറിസം. അവർ പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചും ഇതുപോലെ ഓവർ ടൂറിസവും വരുന്നത് കൊണ്ടാണ്, ഇതിനെ എക്സിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് എ മേജർ പ്രോബ്ലം ഫേസിങ് ദ സിറ്റി ഓഫ് വെനീസ്? വെനീസിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ദ സിറ്റി ഈസ് സിങ്കിങ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ഇറ്റ്സ് ബിൽഡിംഗ് ആൻഡ് ദ റൈസിങ് സീ ലെവൽ കോസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ചോട് കൂടിയിട്ട് അവിടുത്തെ ഏറ്റവും വെയിറ്റ് ഉള്ള ആ ഒരു ബിൽഡിങ്ങിൽ എന്താണ്? വെള്ളം ഉയർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇറ്റാലിയൻ ഗവൺമെൻറ് ഡൂയിങ് ടു പ്രൊട്ടക്ട് വെനീസ് ഫ്രം ഫ്ലഡിങ്? അപ്പോൾ ഫ്ലഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റാലിയൻ ഗവൺമെൻറ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്താണ്? ദ ഗവൺമെൻറ് ഈസ് കൺസ്ട്രക്ടിങ് എ മാസീവ് ഫ്ലഡ് ഗേറ്റ് അറ്റ് ദ എൻട്രൻസ് ടു ദ ലഗൂൺ ടു ബ്ലോക്ക് ദ സീ വെൻ ദ വാട്ടർ ലെവൽ ബിക്കംസ് ടു ഹൈ. എന്താണ്? വെള്ളം ഉയരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്, അതിന് എൻട്രൻസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഫ്ലഡ് ഗേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ കോസ് ഓഫ് ദ ഫ്ലഡിങ് ഇൻ വെനീസ്? വെനീസിലെ ഫ്ലഡിനുള്ള മെയിൻ കോസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചും വിച്ച് ഈസ് കോസിങ് ദ സീ ലെവൽ ടു റൈസ്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടുത്തെ കടലിലെ വെള്ളം ഉയരുക എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഓവർ ടൂറിസം ഓൺ ദ സിറ്റി ഓഫ് വെനീസ്? വെനീസിലെ ഓവർ ടൂറിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ടൂറിസം ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സിങ്കിങ് ഓഫ് ദ സിറ്റി ആസ് ദ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ടൂറിസം പുട്സ് അഡീഷണൽ വെയിറ്റ്
ഓൺ ദ സിറ്റീസ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ എന്താണ് ഓവർ ടൂറിസം ഒക്കെ വന്നപ്പോൾ അവിടെ എന്താണ് ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് ഓവർ വെയിറ്റും അഡീഷണൽ വെയിറ്റും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ ഒരു സിങ്കിങ് എന്നുള്ള പ്രശ്നവും ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു മെനി എക്സ്പേർട്സ് ബിലീവ് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് വെനീസ്? ഒരുപാട് എക്സ്പേർട്സ് ഫ്യൂച്ചർ ഓഫ് വെനീസ് എങ്ങനെയാണ് എന്നാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്കിൽ പറയുന്നത് എന്താണ്? Many experts believe that Venice will become to sink and flood, and its very existence is threatened by climate change and over tourism. ഇതാണ് അവർ ബിലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ പറയുന്നത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ പോം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെയുള്ള പോം വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. പോം വായിച്ച് നോക്കാം. Song Imagine by John Lennon. Imagine there is no heaven. It's easy if you try. No bell below us, above us only sky. Imagine all the people living for today. Imagine there is no countries. It's hard to do. Nothing to kill or die for, and no religion too. Imagine all the people living life in peace. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സോങ്? ഈ സോങ്ങിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? ദ മെയിൻ തീം ഓഫ് ദ സോങ് ഈസ് എ വിഷൻ ഓഫ് എ വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്ട്സ്, ഡിവിഷൻസ് ഓർ സഫറിങ്. ഓക്കെ, കോൺഫ്ലിക്ട്സും ഡിവിഷൻസും സഫറിങ് ഒന്നും ഇല്ലാത്ത ഒരു വേൾഡ്, അതാണ് ഈ സോങ്ങിലെ മെയിൻ തീം എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ജോൺ ലെനോൺ ആസ് ദ ലിസണർ ടു ഇമാജിൻ ഇൻ ദ ഫസ്റ്റ് വേഴ്സ്? ഈ ഫസ്റ്റ് വേഴ്സിൽ നമ്മുടെ ജോൺ ലെനോൺ പറയുന്നത് ലിസണറോട് എന്താണ് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്? ജോൺ ലെനോൺ ആസ്ക്ഡ് ദ ലിസണർ ടു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ഹെവൻ ഓർ ഹെൽ. എന്താണ് ഹെല്ലും ഹെവനും ഒന്നും ഇല്ലാത്ത ഒരു വേൾഡിനെയാണ് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ ലിവിങ് ഫോർ ടുഡേ സജസ്റ്റ്? ലിവിങ് ഫോർ ടുഡേ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The line suggests living in the present moment, free from worries about the past or future. എന്താ പറയുന്നത്? ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ഒരിക്കലും പാസ്റ്റിനെ കുറിച്ചിട്ടോ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടോ വറി ആവരുത് എന്നാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ജോൺ ലെനോൺ പ്രപ്പോസ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു കൺട്രീസ് ആൻഡ് റിലീജിയൻ? ജോൺ ലെനോൺ ഈ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ റിലീജിയൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ജോൺ ലെനോൺ പർപ്പസസ് ലിവിങ് ലൈഫ് ഇൻ പീസ് വിത്തൗട്ട് ദ ഡിവിഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് കോസ്ഡ് ബൈ കൺട്രീസ് ആൻഡ് റിലീജിയൻ. കൺട്രിയുടെയോ റിലീജിയൻ്റെയോ ഒരു കോൺഫ്ലിക്ട്സോ ഡിവിഷൻസോ ഒന്നുമില്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് അദ്ദേഹം പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡു യു തിങ്ക് ജോൺ ലെനൺ ഈസ് ട്രൈ ടു കൺവേ ത്രൂ ദിസ് സോങ്? ഈ സോങ്ങിലൂടെ ജോൺ ലെനൺ നമുക്ക് തരുന്ന മെസ്സേജ്, കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്? ജോൺ ലെനോൺ ഈസ് കൺവേയിങ് എ മെസ്സേജ് ഓഫ് യൂണിറ്റി, പീസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് ഈച്ച് അതർ. എന്താണ്? പീസും യൂണിറ്റിയുമാണ് മെയിനായിട്ട് കൺവേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഹാർമണി ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻസും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. തേർഡ് ആക്ടിവിറ്റി നോക്കാം. നെറേറ്റ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നെറേറ്റ് ചെയ്യാനാണ്. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ, വിത്ത് മെനി താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ്, ദേ വർ ഓൾ ഐ ഹാഡ്. എന്താണ്? ഇന്ന് എൻ്റെ ഹീറോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഹീറോയും നാളത്തെ ഹീറോയും അതുപോലെ ഇന്നത്തെ ഹീറോയും ഒക്കെയാണ്. അത് നമുക്ക് കാർട്ടൂൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അല്ലേ, ഒരുപാട് ഇത് നമുക്ക് കാർട്ടൂൺസിലൂടെ തരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ താങ്ക്സ് പറയുകയാണ്. ഞാൻ ചെയ്ത എല്ലാ കാർട്ടൂൺസിനും താങ്ക്സ്. ദെൻ യു ഹാവ് റീഡ് ദ ഓട്ടോബയോഗ്രഫി ജാക്സൺ ഗേവ് ടു ജോസഫ് പപ്പേഴ. അപ്പോൾ നമ്മളെന്താണ് ജാക്സൻ്റെ ജോസഫ് പപ്പേഴ എന്നുള്ള ഓട്ടോബയോഗ്രഫി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഡസ് ദിസ് ഓട്ടോബയോഗ്രഫി ടെൽ യു അബൌട്ട് ജാക്സൺസ് ചൈൽഡ്ഹുഡ്? അപ്പോൾ ജാക്സൺസിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് ആ ഓട്ടോബയോഗ്രഫിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഹൗ ഡു യു തിങ്ക് ദ കാർട്ടൂൺസ് ഓഫ് ജോസഫ് പപ്പേര ഹെൽപ്ഡ് എ മൈക്കൽ ജാക്സൺ ഇൻ ഹിസ് ലോൺലിനെസ്? അപ്പോൾ മൈക്കൽ ജാക്സൺ ഒറ്റക്കായി ഏകാന്തതയിലായിരിക്കുമ്പോൾ ഈ ജോസഫ് പപ്പേര എന്നുള്ള കാർട്ടൂൺസ് എത്രയധികം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെ അദ്ദേഹം എത്രയധികം ചിന്തിച്ചിട്ടുണ്ട്. ഹാസ് എനി വർക്ക് ഓഫ് ആർട്ട് ഇൻഫ്ലുവൻസ്ഡ് യുവർ ചൈൽഡ്ഹുഡ്? നെറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്ലാസ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലും നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാർട്ടൂൺസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നെറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്താണ് ഒരുപാട് കാർട്ടൂൺസും മറ്റൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ക്യാരക്ടറോ എന്തെങ്കിലും നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്.
Yes, a work of art that influenced me during my childhood was the animated movie The Lion King. The Lion King എന്ന് പറയുന്ന അനിമേറ്റഡ് മൂവി എന്താണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ദ സ്റ്റോറി ഓഫ് സിംബ ദ ലയൺ കെ ക്ലബ് ആൻഡ് ഹിസ് ജേർണി ടു ബിക്കം കിങ്. എന്താണ് ആ സിംബ എന്നുള്ള ആ സ്റ്റോറിയും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ജേണി, ആ കിങ് ആവുന്ന അല്ലേ ലയൺ കിങ് ആവുന്ന ആ ഒരു ജേണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ മൂവി ഷോഡ് മീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റി ആൻഡ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. ആ മൂവി എനിക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഫാമിലിയെ കുറിച്ചിട്ടും ഫാമിലി റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലേൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഐ വാസ് ഇൻസ്പയർഡ് ബൈ ഹൗ സിംബ ഫേസ്ഡ് ഹിസ് ഫിയേഴ്സ് ആൻഡ് ഓവർകെയിം ചാലഞ്ചസ് ടു ബിക്കം എ ലീഡർ. അപ്പോൾ എന്താണ് സിംബ ഫേസ് ചെയ്യുന്ന ഫിയേഴ്സിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത്, ലീഡർ എന്ന നിലയിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നതൊക്കെ എനിക്ക് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ദ മ്യൂസിക് ആൻഡ് ബ്യൂട്ടിഫുൾ അനിമേഷൻ ഓൾസോ മെയ്ഡ് ദ സ്റ്റോറി അൺഫോർഗറ്റബിൾ. മാത്രമല്ല അതിലെ മ്യൂസിക്സും അതിലെ അനിമേഷൻസും ഒക്കെ എന്താണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വാച്ചിങ് ദ ലയൺ കിങ് ടോട്ട് മീ അബൌട്ട് കറേജ് മേക്കിംഗ് ദ റൈറ്റ് ചോയ്സസ് ആൻഡ് നെവർ ഗീവ് അപ്പ് നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് തിങ്സ് ഗെറ്റ്. എന്താണ് അത് മാത്രമല്ല ധൈര്യമുണ്ടാക്കാനും അതിൽ നിന്നും എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുന്നതിലൂടെ എനിക്ക് ധൈര്യമുണ്ടാക്കാനും മാത്രമല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള തിങ്സൊക്കെ വളരെ എങ്ങനെയാണ് നമുക്കത് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അതിൽ നിന്നും കിട്ടി എന്നതാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, നിങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒന്നിനെ കുറിച്ചാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഫോർത്ത് ആക്ടിവിറ്റി പ്രിപ്പയർ എ ഡയറി എൻട്രി. ഒരു ഡയറി എഴുതാനാണ്. While at the hospital, Bethany tries to console herself and regain self-confidence. എന്താണ് നമുക്കറിയാം ബെഥനിയെ കുറിച്ചിട്ട് അറിയാം അല്ലേ. അപ്പോൾ ബെഥനി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനും അവൾ സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഷീ ഡിസൈഡഡ് ടു ഡ്രീം ഡിഫറെൻ്റ്ലി. അവൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷീ കോട്ട്സ് ഡൗൺ ഹെർ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവൾക്ക് അവളുടെ ആ ഫീലിങ്സും അവളുടെ തോട്ട്സും എല്ലാം അവൾ എന്താണ് ഡയറി ആയിട്ട് എഴുതുകയാണ്. ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ ഡയറി എൻട്രി. അപ്പോൾ ആ ഡയറി എഴുതാൻ അവളെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ഉണ്ടായിരിക്കണം അല്ലേ, ഡേറ്റ് ഉണ്ടായിരിക്കണം, ഡേയും ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ 4th November 2023 കൊടുത്തിട്ടുണ്ട്. 2003 ഓക്കെ 2003 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡേയും കൂടെ നിങ്ങൾ എഴുതണം. നൗ വാട്ട് എന്താണ് ഇനി എന്ത് will be able to realize my dream of becoming a professional surfer. എന്താണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ഞാനിനി എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സർഫർ ആയി മാറുന്നത്, എൻ്റെ ഡ്രീം എങ്ങനെയാണ് എനിക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ദ ഓഷ്യൻ ഹാസ് ഓൾവേസ് ബീൻ മൈ ഹോം, മൈ ഫ്രീഡം, മൈ സ്ട്രെങ്ത്. കടൽ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് എൻ്റെ വീട് പോലെ, എൻ്റെ ഫ്രീഡം, എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം പോലെ, എൻ്റെ സ്ട്രെങ്ത് ഇതൊക്കെയായിരുന്നു. ബട്ട് നൗ പക്ഷേ ഇപ്പോൾ വിത്ത് വൺ ആം ഗോൺ എവറിത്തിങ് ഫീൽ സോ അൺസർട്ടൈൻലി. എന്താണ് ഇപ്പോൾ എനിക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇനി എന്തെല്ലാം ചെയ്യുന്നത്. ഹൗ വിൽ ഐ ബാലൻസ് മൈ സെൽഫ് ഓൺ ദ ബോർഡ്. എങ്ങനെയാണ് ഞാനത് ബാലൻസ് ചെയ്യുക, എൻ്റെ ബോഡി ഞാൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഹൗ വിൽ ഐ പാഡിൽ എഗെയിൻസ്റ്റ് ദ പവർഫുൾ വേവ്സ്. ഈ വലിയ പവർഫുൾ ആയിട്ടുള്ള തിരമാലകളെയൊക്കെ ഞാൻ എങ്ങനെയാണ് തുഴഞ്ഞു മാറ്റാൻ വേണ്ടി പോകുന്നത്. ബട്ട് ദെൻ ഐ റിമെമ്പർ. പക്ഷെ എന്താണ് ഞാൻ ഓർക്കേണ്ടത്, സർഫിങ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ സ്പോർട്ട് ടു മീ. എന്താണ് സർഫിംഗ് എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു സ്പോർട്ട് മാത്രമല്ല, ഇറ്റ്സ് എ പാഷൻ ദാറ്റ് റൺസ് ഡീപ്പ്. എനിക്ക് ആ ഉള്ളിലേക്ക് പോകുന്നത് എൻ്റെ പാഷൻ കൂടെയാണ്. മൈ സോൾ ബിലോങ്സ് ഇൻ ദ വാട്ടർ, റൈഡിങ് ദോസ് വേവ്സ്, ഫീലിംഗ് ദ സോൾട്ട് ഇൻ ദ എയർ ആൻഡ് പുഷിംഗ് മൈ സെൽഫ് ബിയോണ്ട് മൈ ലിമിറ്റ്സ്. എന്താണ് എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എനിക്ക് വെള്ളത്തിലൂടെയാണ്. അതുപോലെ തന്നെ ആ വേവ്സിനെയൊക്കെ റൈഡ് ചെയ്യുന്നത് ആ ഒരു സോൾട്ട്, എന്താണ് സോൾട്ട് എയർ എന്ന് പറയുന്നത് എൻ്റെ ഫീലിങ്സ് ആണ്. അതിനെയെല്ലാം എൻ്റെ ലിമിറ്റ്സിനെ എല്ലാം പുഷ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ലിമിറ്റ്സിനെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് പുഷ് ചെയ്യണം. ഐ വോണ്ട് ലെറ്റ് ദിസ് ആക്സിഡൻറ്റ് ഡിഫൈൻ ഹൂ ആം ഓർ വാട്ട് ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ്. എന്താണ് ഈ ഇൻസിഡൻസോട് കൂടി എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ആരാണെന്നും എൻ്റെ കാപ്പബിലിറ്റി എങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് എന്നാണ്. ഐ വോണ്ട് സറണ്ടർ, ഐ വിൽ ഫൈറ്റ് ഓൺ. എന്താണ് ഞാൻ സറണ്ടറാണ്, എനിക്ക് ഇനി ഫൈറ്റ് ചെയ്യണം. ദിസ് ഈസ് ഇൻ ദ എൻഡ് ഓഫ് മൈ സ്റ്റോറി, ഇറ്റ്സ് ജസ്റ്റ് എ ന്യൂ ബിഗിനിങ്. ഇതൊരിക്കലും എൻ്റെ സ്റ്റോറിയുടെ എൻഡ് അല്ല, ഇതെൻ്റെ തുടക്കം മാത്രമാണ്. ഐ വിൽ അഡാപ്റ്റ്, ഐ വിൽ ട്രെയിൻ ഹാർഡർ. എന്താണ് ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹാർഡറായിട്ട് പ്രവർത്തിക്കും, ട്രെയിൻ ചെയ്യും. ആൻഡ് ഐ വിൽ ഫൈൻഡ് ന്യൂ വേസ് ടു സർഫ്. ഞാൻ പുതിയ വേ ഒക്കെ സർഫിന് വേണ്ടി കണ്ടെത്തും. വൺ ഡേ ഐ വിൽ ബി ബാക്ക് ഔട്ട് ദർ. എന്താണ് ഒരു ദിവസം ഞാൻ ഇതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കും. സ്ട്രോങ്ങർ ദാൻ എവർ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ട് പുറത്തു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ബെഥനി എഴുതുന്ന ഒരു ഡയറി ആയിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് ഇതിനെ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ ബദനി എന്താണ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്പീച്ച് നടത്തുന്നതായിട്ടും നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആക്ടിവിറ്റി നമ്പർ 5 ആണ് ക്യാരക്ടർ സ്കെച്ചാണ്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബദനി ഹാമിൽട്ടൺ. ഇനി അടുത്തത് ബദനി ഹാമിൽട്ടൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ബദനി ഹാമിൽട്ടൺ വാസ് എൻ അംബീഷ്യസ് ആൻഡ് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പ്രൊഫഷണൽ സർഫർ. ഷി വാസ് എ റെസിലിയൻറ്റ് ആൻഡ് പ്രാക്ടീസ്ഡ് സർഫിംഗ് ഓൾമോസ്റ്റ് ഡെയിലി ഇൻ ക്വൈ. Her strong willpower kept her waiting for the waves to pick up when they were small and inconsonant, laying relaxed on her surfboard. She was only 13 when she faced a shark attack which took her left arm nearly to the shoulder. Bethany showed a remarkable bravery by staying calm and kept talking to avoid becoming unconscious in the middle of the ocean. In the hospital, she put on a brave face for visitors and remained optimistic, telling herself that she could still enjoy life with one arm and could find new joys. However, her confidence and determination pushed her to surf again. Bethany Hamilton stands as a great inspiration to all, a true bearer of hope for those facing സ്റ്റെപ്പ് ബാക്സ് ഇൻ ലൈഫ്. എന്താണ് ഇപ്പോൾ ബദനി എന്ന് പറയുന്നത് അതിനൊക്കെയുണ്ടായ സർഫിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും മോഷൻസിൽ ഷാർക്ക് വന്ന് അറ്റാക്ക് ചെയ്തതിനെക്കുറിച്ചിട്ടും അവരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചിട്ടും അവരുടെ കോൺഫിഡൻസ് അവരുടെ ഡിറ്റർമിനേഷൻ ആണ് വീണ്ടും അവരെ സർഫിലേക്ക് പുഷ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റീഡ് ദ passage and replace the words given in bold. Write a phrases. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. put across, went on, put up with, came across, made up his mind. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ലിയോ അഫ്മാൻ ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ഹാപ്പിനെസ് മെഷീൻ ഫോർ ഹിസ് ഫാമിലി. അവിടെ എന്താണ് ഡിസൈഡഡ് എന്നല്ല, ഡിസൈഡഡ് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത് അവിടെ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഹി കൺവേഡ് ഹിസ് ഐഡിയ ടു ലെന ഹിസ് വൈഫ് ആൻഡ് ആസ്ക്ഡ് ഹെർ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ സെയിം. ഈ കൺവേഡ് അവിടെ പുട്ട് അക്രോസ് എന്ന് വരും. ദെൻ ലെന കുഡ് നോട്ട് യെറ്റ് ടോളറേറ്റ് ഹെർ ഹസ്ബൻഡ്സ് ക്രേസി ക്വസ്റ്റ്യൻസ്. അവിടെ എന്താണ് ടോളറേറ്റ് പുട്ട് അപ്പ് വിത്ത് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഹവർ ലിയോ അഫ്മാൻ കണ്ടിന്യൂഡ് വിത്ത് ഹിസ് വർക്ക് ആൻഡ് കംപ്ലീറ്റ് ദ മെഷീൻ. അവിടെ കണ്ടിന്യൂഡ് എന്ന് വെറ്റ് ആവണം കൊടുക്കാം. നെക്സ്റ്റ് വണ്ണും ഇതേപോലെ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടു, ബിറ്റ്വീൻ, ഓഫ്, ഫോർ, ഇൻ, ഫ്രം എന്നുള്ളതാണ്. ഇത് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാം? വെൻ ദ വർക്ക് ഫോർ ദ ഡേ എന്നാണ് വരേണ്ടത്. ഓക്കെ, ഫോർ ദ ഡേ വാസ് ഓവർ, സ്വാമിനാഥൻ, മണി ആൻഡ് രാജൻ അജോൺഡ് ഡാഷ്. അവിടെ എന്താണ് ടു എ സ്കെൽറ്റഡ് സ്പോട്ട് ടു സേ വാട്ട് വാസ്. അവിടെ എന്താണ് ഇൻ ദെയർ മൈൻഡ്സ്. സ്വാമിനാഥൻ സ്റ്റൂഡ് ഡാഷ് എന്നുള്ളത് ബിറ്റ്വീൻ ദം ആൻഡ് ആക്ടഡ് ആസ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു എഡിറ്റ് ചെയ്യാനുള്ളത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ തന്നിട്ടുള്ളത് വായിച്ച് നോക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.